CJP പോലുള്ള ആളുകളുടെ ഇവര് പറയുന്ന പ്രധാനപ്പെട്ട സംഭവം ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ആണ്. അല്ല, ഫ്രീഡം ഓഫ് എക്സ്പ്രഷനെ കുറിച്ച് പറയണം. നേരത്തെ സാറ് പറഞ്ഞു ഇവിടെ ഒരു മുഖ്യമന്ത്രിക്കെതിരെ പിണറായി കഴിഞ്ഞ 10 വർഷത്തെ ഭരണത്തിനിടയിലെ മുഖ്യമന്ത്രിക്കെതിരെ ഒരു ട്രോൾ ടോയിന്റെ പേരില് അർദ്ധരാത്രി നട്ടപ്പാതിരയ്ക്ക് വന്ന് ഒരു പയ്യന്റെ വീട് വളഞ്ഞ് അവനെ 14 ദിവസം റിമാൻഡ് ചെയ്ത പിണറായി വിജയന്റെ പാർട്ടിയുടെ ആളാണല്ലോ എന്ന് പറയുന്നത് ഫ്രീഡം ഓഫ് എക്സ്പ്രഷനെ കുറിച്ച്. അപ്പൊ ഇത്തരത്തില് ഫ്രീഡം ഓഫ് എക്സ്പ്രഷനെ കുറിച്ച് പറയുന്ന സമയത്ത് ഇവിടെ 10 വർഷം ഭരിച്ച സമയത്ത് എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതിനെ കുറിച്ച് ഇവിടുത്തെ എല്ലാ ആളുകൾക്കും കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട്. നല്ല ധാരണയുണ്ട്. അല്ല, നല്ല ധാരണയുണ്ട്. ഇവിടെ മുഖ്യമന്ത്രിക്കെതിരെ ട്രോൾ എന്തിന് കറുത്ത വസ്ത്രം ഇട്ടുകൊണ്ട് പോലും പുറത്തിറങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞ ആളുകളുണ്ട്. ഫ്രീഡം ഓഫ് എക്സ്പ്രഷനെ കുറിച്ച് CPM-കാര് വലിയ രീതിയിൽ ആവേണ്ട കാര്യമൊന്നുമില്ല. ഇതിനകത്ത് ഒറ്റ കാര്യമേ ഉള്ളൂ. ഇവിടെ ഇത്തരത്തിൽ CJP എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങി, ഇവിടെ പറഞ്ഞുകൊണ്ട് ആദ്യം പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ, അത്രയേ ഉള്ളൂ. ഇവിടെ ഇതിന്റെ എടുക്കുന്നില്ല. അല്ല, ഇതിനകത്ത് ഇവര് പറയുന്ന കാര്യങ്ങൾ എന്താണ്? ആദ്യം ഇദ്ദേഹത്തിന്റെ ആൾ വന്ന് എന്തുകൊണ്ടാ പറഞ്ഞത്? ഇവിടെ BJP അൺഫോളോ ചെയ്യൂ, സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ നിന്ന് BJP അൺഫോളോ ചെയ്യൂ എന്ന് പറഞ്ഞില്ലേ? അതിനുശേഷം എന്താ ഉണ്ടായത്? ഇവിടെ BJPക്ക് എതിരായ കാര്യങ്ങൾ വരുന്നു. നിങ്ങൾ ഈ ഇത്തരം പ്രസ്ഥാനങ്ങളെ ഗൗരവമായി എടുക്കുന്നുണ്ടോ ഇല്ല? അല്ല, ഇതിനെ ഭയക്കേണ്ട കാര്യം എന്താണ്? ഇതിനകത്ത് അല്ല, ഇതിനകത്ത് ഈ ഇന്ത്യ മഹാരാജ്യത്ത് ആർക്ക് വേണമെങ്കിൽ പ്രവർത്തിക്കാം. പക്ഷേ ഇതിന്റെയൊക്കെ അജണ്ട ഏത് തരത്തിൽ പോകുന്നു എന്നുള്ളതിലിരിക്കും ഇതിൽ നമ്മൾ എടുക്കുന്ന ഏത് പൊളിറ്റിക്കൽ പാർട്ടി എടുക്കുന്ന സമീപനം. ഇവിടെ കോൺഗ്രസ്സുകാരും CPM-കാരും ഒക്കെ വലിയ രീതിയിൽ CJP-യെ സപ്പോർട്ട് ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടെ ഈ കഴിഞ്ഞ 10 വർഷ കാലഘട്ടം പ്രതിപക്ഷം ഇനി അതിനെ കുറിച്ച് പറഞ്ഞ രാജു പ്രതികരിക്കും, ധൈര്യമായിട്ട് പ്രതികരിക്കും. അദ്ദേഹം പറഞ്ഞ ഈ കറുത്ത ഈ ഷർട്ട് ധരിച്ച ആ ദിവസം ആ ചടങ്ങിൽ മുഖ്യമന്ത്രിയോടൊപ്പം കറുത്ത ഷർട്ട് ധരിച്ചാണ് മുഹമ്മദ് റിയാസ് എന്ന പൊതുമരാമത്ത് മന്ത്രി പങ്കെടുത്തത്. അപ്പൊ എന്താ പ്രശ്നം? എന്താ ഈ കോൺഗ്രസിന്റെ PR ഏജൻസിയും BJP-യുടെ PR ഏജൻസിയും ഒരേപോലെ കറുപ്പിനെ മുഖ്യമന്ത്രിക്ക് പേടി. ഇത് സ്വാഭാവികമായിട്ട് കൊണ്ടുവരികയാണ്. അവിടെ ബഹളം ഉണ്ടെന്നുണ്ടെങ്കിൽ മുൻകരുതൽ ഉണ്ടാവും. അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. നമ്മുടെ കഴിഞ്ഞ 5 വർഷവും ഇതേപോലെയുള്ള ഒരു സാധനം ക്രിയേറ്റ് ചെയ്യുക, ആ ക്രിയേറ്റ് ചെയ്ത സാധനത്തിന് ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കുക, ആ സിറ്റുവേഷൻ ഉണ്ടാക്കിയിട്ട് അത് വൈകിട്ടത്തെ ചർച്ചയിലേക്ക് കൊണ്ടുവരിക, ടേബിളിൽ കൊണ്ടുവരിക, ആരുടെ മീഡിയ ടേബിളിൽ കൊണ്ടുവരിക, പിറ്റേ ദിവസത്തെ പ്രിന്റ് മീഡിയയിൽ അതൊരു വിവാദമാക്കുക, ഒരാഴ്ച വിവാദം കത്തിക്കുക. അങ്ങനെ ഒരു ഭീകര രൂപിയായി LDF ഗവൺമെന്റിനെ മുഖ്യമന്ത്രിയെ മാറ്റുക. ഈ ഒരു നെറേറ്റീവാണ് സ്വാഭാവികമായിട്ടും കുറച്ച് ആളുകളുടെ ഇടയിൽ തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ടാവാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.